അയ്യോ, ഞാനിത് എങ്ങനെ സഹിക്കുക? ഞാനിപ്പോ ഇനി എങ്ങനെ അയ്യാസിന് വിടുക? എന്താ ഇത്? ആളുകൾ കാണും. ചുമ്മാ കൊച്ചു കുട്ടികളെ പോലെ. അടുത്ത പരീക്ഷയ്ക്ക് അവൻ എല്ലാ വിഷയത്തിലും ജയിച്ചോളും. ജയിക്കും. ഇവനല്ലേ ജയിച്ചു തന്നെ. ഡാഡി പഠിക്കണ്ട, ഞാൻ തനിയെ പൊക്കോളാം. എല്ലാ വിഷയത്തിനും വട്ടപൂജ മേടിച്ചിട്ട് IAS നീ അങ്ങ് ചെല്ല്. ഇവന്റെ മാർക്ക് കാണുമ്പോ തന്നെ അവർ എന്നാലും നിന്റെ മാർക്കിന്റെ കാര്യം ഓർക്കുമ്പോ ഞാൻ കറിയൂടാ. അതിന്റെ വിഷം എനിക്കെല്ലാം അറിയാം. ആരെങ്കിലും കണ്ട കൊഞ്ഞനെ കുത്തിരേണ്ടേ തോന്നു. അയ്യോ പോളിച്ചേട്ടൻ പൊട്ടിയോ? ആരോടോ പൊട്ടി? ഇവൻ പൊട്ടിയെന്ന്. 6 4 10 10 5 15 5 20. അല്ല, ഇത് ഇവന് കിട്ടിയ മാർക്കിന്റെ കണക്കാണോ? മാർക്കിന്റെ കണക്കല്ല, മൊട്ടക്കാരൻ വീട്ടിൽ തന്ന മൊട്ടയുടെ കണക്ക്. പിന്നെ എന്റെ മോൾക്ക് എല്ലാത്തിനും ഫുൾ മാർക്ക് ഉണ്ട് കേട്ടോ. കണ്ടോടാ, കണ്ടുപഠിക്കും. ആന്റി, ഇവളുടെ മാർക്ക് കണ്ടായിരുന്നോ? അത് കാണാനാണല്ലോ നമ്മളിങ്ങ് വന്നത്. മമ്മി എന്റെ മാർക്ക് കണ്ട ഞെട്ടും. നീ താഴെ എന്നിരിക്കും. ഞാൻ അച്ഛമ്മ ഒന്ന് കാണട്ടെ. നിങ്ങൾ വന്നോ? കണ്ടില്ലല്ലോ എന്നോർത്തിരിക്കുവായിരുന്നു. ആ, എന്തുണ്ട് വിശേഷം? വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് പോണു. ഇന്ന് അമ്മയും മോളും നല്ല സുന്ദരിമാരായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ബ്യൂട്ടീഷ്യൻ ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ലെന്നേ. മേക്കപ്പ് പാർലറിൽ പോണെന്നാ വിചാരിച്ചേ. പക്ഷെ വീട്ടിൽ നിന്ന് നിങ്ങൾ ടച്ചപ്പ് ചെയ്തു. ഡിങ്കു എങ്ങനെയാ? വീട്ടിൽ വന്ന് പഠിക്കാറുണ്ടോ? വീട്ടിൽ ഇരുന്നൊന്നും അവള് പഠിക്കുന്ന ഞങ്ങള് കാണാറില്ല. പക്ഷെ പരീക്ഷ ആകുമ്പോഴത്തേക്ക് അവള് നല്ല മാർക്ക് വാങ്ങിക്കും. അതെങ്ങനെ? കോപ്പി അടിച്ചിട്ടാണോ? കോപ്പി അടിച്ചിട്ടൊന്നും അല്ല. ഞാനും പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നല്ല പഠിപ്പിച്ചിട്ടായിരുന്നു. എന്റെ അല്ലേ മോള്. പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്ക് എത്രയാന്ന് ഡിങ്കു വീട്ടിൽ വന്ന് പറഞ്ഞായിരുന്നു? എല്ലാത്തിനും ഫുൾ മാർക്കാണെന്ന് ഡിങ്കു വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും മോള് വീട്ടിൽ വന്ന് പറയും. പിന്നെ ആ പോളിച്ചേട്ടന്റെ മോന് മുട്ട കിട്ടിയ കാര്യം അവള് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ ആൻസർ ഷീറ്റ് കാണാം. ദേ, മലയാളത്തിന് ഡിങ്കുവിന് കിട്ടിയ മാർക്ക് 1. 1? ഈ 1 പറഞ്ഞത് 1 റാങ്കാണോ? അല്ല, വെറും 1 മാർക്ക്. ആൻസർ ഷീറ്റ് കാണാണ്ടിരിക്കണതാ നല്ലത്. കണക്കിന് 1.5. പിന്നെ ഇംഗ്ലീഷിന് 2 മാർക്ക്. 2? എല്ലാത്തിനും തോറ്റിരിക്കണു. വളരെ വളരെ മോശം. എന്നിട്ട് എല്ലാത്തിനും ജയിച്ചുവെന്ന് ഇവള് നിങ്ങളെ വിശ്വസിപ്പിച്ചു. ഇതേ കുറിച്ച് എന്താ പറയാനുള്ളത്? നീ ഞെട്ടിക്കും പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഇപ്പൊ ഈ മാർക്കൊക്കെ കാണുമ്പോ ഞാൻ ശരിക്കും കൂട്ടുകാരെ, ഇന്ന് എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു ദിവസമാണ്. എന്താണ്? ഓഫീസ് റൂമിൽ ഒരാൾ കരഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ആരാണെന്നറിയാമോ? അപ്പുവിന്റെ ഫാദർ. അതുപോലെ ക്ലാസ് റൂമിൽ ഒരാൾ തല കറങ്ങി കിടപ്പുണ്ട്. അതാരാണെന്നറിയാമോ? ഡിങ്കുവിന്റെ മമ്മി. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചത് ആരാണെന്നറിയാമോ? നിങ്ങൾ തന്നെ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്ന, ഒരുപാട് പ്രതീക്ഷകളോടെ നിങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾ വേദനിപ്പിച്ചു. മാതാപിതാക്കളെ കരയിപ്പിക്കുന്നവരോട് ദൈവം പോലും പൊറുക്കില്ല. ഞാൻ ഇനി നന്നായിട്ട് പഠിച്ചോളാം. ഡാഡിയുടെ ആഗ്രഹം പോലെ ഞാൻ പഠിച്ച് വലിയ ആളാകും. അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ ഉറപ്പായും ജയിക്കും. മമ്മീനെ ഞാൻ ഇനി കരയിപ്പിക്കത്തില്ല. നിങ്ങൾ വിഷമിക്കേണ്ട. ദൈവത്തിൽ ആശ്രയിക്കൂ. മാതാപിതാക്കൾ പറയുന്നതനുസരിക്കൂ. നിങ്ങളെ ശക്തനാക്കുന്ന ദൈവത്തിലൂടെ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്.